ആദ്യം തന്നെ നമ്മുടെ കുക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഒരു കിടക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്നൊരു കിടക്കായിട്ട് കേട്ടോ, ചിക്കൻ പെരളൻ. ഈ സാധനം ഇതിനു മുമ്പ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചങ്ങാതിമാരെ. സംഭവം വേറെ ലെവലാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ്. അതിലും കൂടി കയറിയെന്ന് പറപ്പിക്കുക എൻ്റെ ചങ്ങാതിമാരെ. ദേ ആദ്യം തന്നെ ചിക്കൻ ഇതുപോലെ മറിമറിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി നല്ല സെറ്റാക്കി എടുക്കുക. ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇതുപോലെ കറിക്കട്ട പീസായിട്ട് എടുക്കുക. കേട്ടോ, തീരെ ചെറിയ പീസാക്കൽ, വലിയ പീസാക്കൽ. ശേഷം ഇതിന് വേണ്ട മസാലയാണ് മുളക് പൊടി. ഇതുപോലെ സ്പൂണിലെടുത്ത് വാരി വിതറുക. മഞ്ഞപ്പൊടി, അതിനുശേഷം മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ. കണ്ടോ, ഇത്ര സാധനം ഇടുക. എന്നിട്ട് പെരുംജീരകപ്പഴവും ഗരം മസാലയും ഉപ്പും ഇട്ട ശേഷം അതിലേക്ക് ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തൈരും കൂടെ കമത്തുക. കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാൻ്റെ ചങ്ങാതിമാരെ. ഈ അരിപ്പൊടി ഇടുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിക്കൻ ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും കൂടെ ഇട്ട് മസാല നല്ലോണം തിരുമ്മി കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. ഇതുപോലെ ഈ രൂപത്തിലും ഭാവത്തിലാക്കിയെടുക്കുക. ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു മറിക്കുക. എന്നിട്ട് മസാല അവത്തേലേക്ക് അങ്ങ് പിടിപ്പിച്ച് വെക്കുക. ഒരു അരമണിക്കൂർ കവർ ചെയ്ത് നല്ല ഭംഗിയായി മാറ്റി വെക്കാമെങ്കിൽ ചിക്കനിൽ നല്ല കിട്ടുക്കനായിട്ട് മസാല അങ്ങ് പിടിച്ച് നമുക്ക് കിട്ടുന്ന ലെവൽ വേറെ ആയിരിക്കും എൻ്റെ ചങ്ങാതി. ഇപ്പം തന്നെ ആ മസാലയുടെ ടേസ്റ്റ് നോക്ക്, സംഭവം വേറെ ലെവലോ, ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പെരിഞ്ജീരകം, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, ഇത്ര സാധനം കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് കലക്കി കൂട്ടുക എൻ്റെ ചങ്ങാതി. ഇപ്പം നല്ല മണം വരുന്നത് എൻ്റെ ചങ്ങാതി. സംഭവം വേറെ ലേടാ. വെറുതെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്ക്, സംഭവം കിട്ടുക സാധനം എൻ്റെ ചങ്ങാതി, ഒന്നും പറയാനില്ല. എന്ന ശേഷം അടുത്ത ഓയിൽ ചൂടാക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം, ഇതിപ്പോൾ ഞാൻ സാധാ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ വാരിങ്ങ് വിതറി ചിക്കൻ അങ്ങ്, എന്നിട്ട് അതിലകത്തിട്ട് ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴേ എൻ്റെ ചങ്ങാതി എൻ്റെ സ്മെല്ലാണ് വരുന്നറിയോ. ആ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അയലോക്കത്തുള്ള സകല ആൾക്കാർ നിങ്ങളുടെ വീട്ടിലെത്തും. ഇതെന്നെ സാധനം ചോദിച്ചുകൊണ്ട്. അതുകൂട്ട് കിട്ടുക്കാൻ സാധനമാണ്. ഈ മസാല വെറുതെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ഈ മസാല തന്നെ നിങ്ങൾ റെഡി ചെയ്താൽ മതി. സംഭവം വേറെ ലെവലാണ്. എന്നിട്ട് പിള്ളേർക്കൊക്കെ ഇങ്ങ് വാരി ഇങ്ങ് വിതറ എൻ്റെ ചങ്ങാതിമാരെ. ഇതുപോലെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുക. കരിഞ്ഞു പോകല്ലോ കേട്ടോ, കരിഞ്ഞു പോകല്. നല്ല സോഫ്റ്റായിട്ട് അങ്ങ് കിട്ടും ചിക്കൻ, നല്ല കളറായിട്ട് ഇതുപോലെ കിട്ടുക്കാനായിട്ട് ആ പൊരിയൊക്കെ ആയിട്ട് അങ്ങ് ചേർന്നങ്ങ് വാരിക്കോരി അപ്പുറത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഇടുക. കണ്ടോ, ഇത് കാണാൻ തന്നെ രസമില്ലേ? കാണുന്നതിൻ്റെ ഒപ്പം കൊതിയും വരുന്നുണ്ടാവും. ഞാൻ അടുത്തതേ സെക്ഷനായ ചിക്കനും കൂടെ എടുത്തിട്ട് മറിക്കുക. അപ്പോൾ ഓയിൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ വേണം ഓയിൽ ചൂടാക്കാൻ. അഥവാ ഒന്ന് കളർ മാറിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഫ്രഷ് ഓയിലും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലൊന്ന് ക്ലിയർ ആയി കിട്ടും. എന്നിട്ട് അവനിലേക്ക് ഇതുപോലെ തന്നെ ചിക്കൻ വാരി വിതറിയ ശേഷം ഇവനെയും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. കണ്ടോ, ഇത് മാറ്റി വെച്ച ശേഷം അടുത്ത പരിപാടിയാണ് മിക്സി ജാർ എടുക്കുന്നു. ചെറുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ. എന്നിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുക. ശേഷം ബാക്കിയുള്ള ചെറുള്ളിയും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും ഇതുപോലെ പാത്രത്തിലേക്ക് ഒരു മറിക്കുക. അടുത്ത പരിപാടി വലിയൊരു ഉരുളെടുക്കുക. നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. ചൂടായ ശേഷം വെളിച്ചെണ്ണയോ സാധാ എണ്ണയോ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചക്കപ്പക്കാന്ന് പൊട്ടി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞതോ ചെറുതായി അരിഞ്ഞതോ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വരട്ടുക. വരണ്ട ഒരു രൂപത്തിലും ഭാഗത്തിലാകുമ്പോൾ നീളത്തിലരിഞ്ഞ പച്ചമുളകോ അല്ല ചെറുതായി എരിഞ്ഞ പച്ചമുളകോ എടുത്തൊരു മറിക്കുക. അവനെയും ഇതുപോലെ വരട്ടുക. ഒന്ന് വരണ്ട ലെവലായി വരുമ്പോഴേക്ക് നീളത്തിലെരിഞ്ഞ തേങ്ങാക്കൊത്ത് അല്ല ചെറുതായി എരിഞ്ഞ തേങ്ങാക്കൊത്ത് ഈ വക സാധനം എടുത്തൊരു മറിക്കുക. എന്നിട്ട് അതിലിട്ടങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ചങ്ങാതി. ആ തേങ്ങാക്കൊത്ത് അതിലിട്ടങ്ങ് റോസ്റ്റ് ചെയ്യും. വെളിച്ചെണ്ണയും കൂടെ ആണെങ്കിൽ എൻ്റെ സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി. സംഭവം വേറെ ലെവലാട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ഒരു രക്ഷ അയലൊക്കംകാർ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. എന്നിട്ട് കരുവേപ്പില നല്ല സ്റ്റൈലായിട്ടങ്ങ് വാരി വിതറുക. അവനെ ഇതുപോലെ തന്നെ വരട്ടിയെടുക്കുക. ഇവനൊന്ന് വാടി രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ചെറുള്ളി ചതച്ച് വെച്ച് എടുത്തിരിക്കുന്ന സാധനം എടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെ നല്ല രീതിയിലങ്ങ് വരട്ടുക.
ഓയിലിൻ്റെ അംശം കുറവാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ആ ഓയിലെടുത്ത് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഒരു മറിച്ചിട്ട് ഒന്ന് വരട്ടുക എൻ്റെ ചങ്ങാതി. ആ വരണ്ട് വരുന്ന സമയത്ത് ഇതുപോലൊരു പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, എന്നിട്ട് മീറ്റ് മസാല അല്ലേ, ഇത്ര സാധനം ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ വരണ്ട ഇതിലേക്ക് എടുത്തൊരു മറിക്കുക. മറിക്കുന്നതിന് മുമ്പ് ഈ കാണുന്നത് ചില്ലി ഫ്ലേക്സ് കേട്ടോ. ക്രഷ് ചെയ്ത ചില്ലി ഫ്ലേക്സും കൂടെ കുറച്ച് എടുത്തിട്ട് ശേഷം ഒന്ന് വരട്ടിയെടുത്ത ശേഷം ഈ മസാലയും കൂടെ എടുത്തൊരു മറിക്കുക. ഉണ്ടോ, ഇതുപോലെ മസാല എടുത്ത് മറിച്ച ശേഷം അവനൊന്ന് വരട്ടിയെടുക്കുക. ആ കുത്തലൊന്ന് മാറാൻ വേണ്ടി, പച്ചപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടി. പച്ചപ്പൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ എടുത്ത് ഇതുപോലെ തലകുത്തൊരു മറിക്കുക. എന്നിട്ട് ഇതിനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ആ മസാല ആ ചിക്കനിലേക്ക് പിടിപ്പിക്കുക. എന്നിട്ട് മൊത്തത്തിൽ ആ ഉലർത്തെല്ലാം കൂടെ ഇട്ട് വരട്ടി ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ താളിക്കായിട്ട് ചങ്ങാതി. ആ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം. എൻ്റെ സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല. ലാസ്റ്റ് നമ്മൾ കിടുക്കൊരു പരിപാടി കേട്ടോ. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവനും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ല ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സംഭവം വേറെ ലെവലാണ് കേട്ടോ. ഇപ്പോൾ അയലോക്കത്തുള്ള ആൾക്കാരൊക്കെ ഇത് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും ഈ സാധനം വീട്ടിലുണ്ടാക്കുമ്പോൾ. എനിക്ക് തന്നെ ഇത് കണ്ടിട്ടൊരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. സംഭവത്തിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. കൊതി വന്നങ്ങ് ചാകും. ഇപ്പം തന്നെ 1 കിലോ ചിക്കൻ അങ്ങ് മേടിക്കുക, കണ്ണടച്ച് ഈ സാധനം അങ്ങ് വീട്ടിലുണ്ടാക്കുക എൻ്റെ ചങ്ങാതി. ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഈ സാധനം. എങ്ങനെ എന്ന് ഈ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും അടിക്കാതെ ഈ പെരളനൊക്കെ ഒന്ന് അടിച്ചു നോക്കി. ഈ ലെവലിലുള്ള റെസിപ്പിയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് കിട്ടക്ക സാധനം. ഇത് കണ്ടില്ലേ, അല്ല പഞ്ഞിക്കട്ട പോലെ അല്ലേ ഇരിക്കുന്നത്. ഇത് നേരെ വയലൊക്കെ ഇട്ടൊരു പിടുത്തം പിടിക്കുക. ഉയ്യോ, കൊതി വന്നിട്ടൊരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. അപ്പം നേരെ നമ്മുടെ ചാനലിലേക്കൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.